ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഇവിടെ എന്ത് ഗ്യാസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും ഓക്സിജനും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എവിടെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന പ്രൈമറി സ്ഥലം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്, രണ്ട് സ്ഥലത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ആൽവിയോളി ആൻഡ് ബ്ലഡ്. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്സ് ഓഫ് ബ്രീത്തിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷനിൽ നമ്മൾ പഠിച്ചു. ആൻഡ് രണ്ടാമത്തെ എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ടിഷ്യൂ ആൻഡ് ബ്ലഡ്. അപ്പോ ബിറ്റ്വീൻ ആൽവിയോളി ഓർ ബ്ലഡ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ടിഷ്യൂ ഓർ ബ്ലഡ്, ഇവിടെയാണ് നമ്മളുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് അല്ലെ, ശരിയല്ലേ? ത്രൂ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാലും പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രൈമറി സൈറ്റ് എവിടെയാണ്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രൈമറി സൈറ്റ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാ പറയാ? അത് തീർച്ചയായിട്ടും ആൽവിയോളയിലാണ്. ആൽവിയോളയിലാണ്. അതല്ലാതെ എവിടെയും നടക്കുന്നുണ്ട് അതർ ദാൻ ദാറ്റ് ടിഷ്യൂവിലും എന്ത് നടക്കുന്നുണ്ട്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ബട്ട് പ്രൈമറി സൈറ്റ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? തീർച്ചയായിട്ടും ആൽവിയോളൈ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ ഒരു ആൽവിയോളൈ വരയ്ക്കുന്നുണ്ട്. ആൽവിയോളൈ ഞാൻ ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഇതൊരു ആൽവിയോളൈ. ശരിക്കും ഇങ്ങനെ ആൽവിയോളൈ വരയ്ക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽവിയോളൈന്റെ ഒരു പ്രത്യേകത ഇറഗുലർ വാൾഡ് ആണ്, ശരിയല്ലേ? അപ്പൊ ഈ ആൽവിയോളൈന്റെ വാളുകൾ നോക്ക്. ഈ ആൽവിയോളൈ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഞാൻ ഇനി അതിന്റെ ഓരോ സെല്ലും വരയ്ക്കുകയാണ്. സോ ഈ സെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എപ്പിത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലെ. ഭയങ്കര തിന്നായിട്ടുള്ള സെല്ലാണ്. സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിന്നായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സെല്ലാണ്. എത്ര സെല്ല് തിക്നെസ് ഉണ്ട്? ഒറ്റ ലെയറേ ഉള്ളൂ. സോ 1 സെൽ തിക്കായിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദിസ് ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം ആരുടെ സ്ക്വാമസ് എപ്പിത്തീലിയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ആൽവിയോളയിലേക്കാണ് ഓക്സിജൻ എത്തി ഇപ്പോ നിൽക്കുന്നത്. ഓക്കെ, ഇനി ആൽവിയോളയ്ക്ക് ചുറ്റും ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ബ്ലഡ് വെസൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള ഒരു ബ്ലഡ് വെസൽ, കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ ബ്ലഡ് വെസൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാല്, അതും എപ്പിത്തീലിയം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്ത് എപ്പിത്തീലിയമാണ്? ഇവിടെ ബ്ലഡ് വെസലിന്റെ എപ്പിത്തീലിയം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് സ്പീഡിൽ വരയ്ക്കുന്നുണ്ട് ഈ ഭാഗം. ഓക്കെ, അപ്പം ഇവിടെ ഉള്ള ഈ സെല്ലും എന്ത് തന്നെയാണ്? എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ ആണ്. എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസിന് ഈ സെല്ലിന്റെ പേരാണ്, എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ തന്നെയാണ്. എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസലിന്റെ വേറെ പേരാണ് എൻഡോത്തീലിയം. അപ്പൊ എൻഡോത്തീലിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എപ്പിത്തീലിയം തന്നെയാണ്. എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസലിന് സെപ്പറേറ്റ് ഒരു പേരുണ്ട്, കോൾഡ് എൻഡോത്തീലിയം. അപ്പൊ ഈ സെല്ലിന് എന്താ നമുക്ക് പറയാ? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ്. എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ഓക്സിജൻ ഉണ്ടല്ലോ ആൽവിയോളൈന്റെ അകത്തെത്തിയേ, ആ ഓക്സിജന് ഈ ബ്ലഡ് വെസലിന്റെ അകത്താണ് ആരുള്ളത്? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്, ശരിയല്ലേ? ഈ ബ്ലഡിന്റെ അകത്തേക്ക് എത്തണം. എങ്ങനെയാണ് എത്തുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണല്ലോ എത്തുന്നത്. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എത്തുന്നത്. ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയനാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഈ ഓക്സിജന് ഇനി ഏതൊക്കെ വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്താനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അയാൾക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് എന്ന് പറയുക, ശരിയല്ലേ? അപ്പൊ നമ്മൾ എഫക്റ്റീവ്ലി എന്താ നോക്കാൻ പോകുന്നത്? ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നോക്ക്, ഈ ഓക്സിജൻ ദാ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തി. ആദ്യത്തെ ലെയർ ആരെയാണ് കടന്നു പോവേണ്ടി വരിക?
ആദ്യം ഇപ്പൊ കടന്നു പോയത് ആരെയാണ്? ഇതാ ഇപ്പൊ ഈ കടന്നു പോയ ആളില്ലേ, അയാൾ എന്ന് പറയുന്നത് ആരാ? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. ഓക്കെ, ഇനി അടുത്തത് ആരാ? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ ആണ്. ഈ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസലിന്റെയും അതേപോലെ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈന്റെയും ഇടയിലായിട്ട് ഒരു സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്ന് പറയുക. സോ ദിസ് ഈസ് കോൾഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസ്. അപ്പൊ ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞുതരാം. ഇതാരാണ്? ഇത് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ ആണ്. അപ്പം അതൊരു ടിഷ്യൂ ആണല്ലോ. ഒരു ടിഷ്യൂവിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? സെല്ലും ഉണ്ടാവും, അതുപോലെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സും ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നതാണ് എപ്പിത്തീലിയത്തിന്റെ സെൽസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എപ്പിത്തീലിയത്തിന്റെ മെട്രിക്സ്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഇവിടെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അതുപോലെ തന്നെ ഇതാണ് എൻഡോത്തീലിയത്തിന്റെ സെൽസ്, എൻഡോത്തീലിയൽ സെൽസ്. അതും ഒരു ടിഷ്യൂ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സെല്ലും ഉണ്ടാവും, ഒരു ടിഷ്യൂവിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? സെല്ലും ഉണ്ടാവും, ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ മെട്രിക്സും ചുറ്റുവട്ടത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ രണ്ട് എപ്പിത്തീലിയത്തിന്റെ, അതായത് എപ്പിത്തീലിയത്തിന്റെയും എൻഡോത്തീലിയത്തിന്റെയും ബേസ്മെന്റ് സബ്സ്റ്റൻസ് അഥവാ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സുകൾ ചേർന്നിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്? ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ കാര്യം? യെസ്. അപ്പൊ നോക്ക്, അപ്പം നമ്മളുടെ ബേസ്മെന്റ്, നമ്മളുടെ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി ആദ്യം കടന്നു പോകേണ്ടത് ഏതിലൂടെയാണ്? എപ്പിത്തീലിയം ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളയിലൂടെ കടന്നു പോകണം. പിന്നെ ആ ഓക്സിജൻ എങ്ങോട്ടേക്ക് കടന്നു പോകണം? പിന്നെ ബേസ്മെന്റ് സബ്സ്റ്റൻസ് കഴിഞ്ഞിട്ട് പോകണം. ആൻഡ് പിന്നെ ഏത് കഴിഞ്ഞിട്ട് പോകണം? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസലും കഴിഞ്ഞിട്ട് മാത്രമേ ബ്ലഡിലേക്ക് പോവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്നത് ഇത്രയും ഭാഗമാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ മെംബ്രെയിൻസ്, ഡിഫ്യൂഷൻ മെംബ്രെയിൻസ്. അപ്പൊ ആരൊക്കെയാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻസിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഡിഫ്യൂഷൻ മെംബ്രെയിൻസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആരാണ്? ആൽവിയോളൈ, സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. രണ്ടാമത്തെ ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ആരാണ്? ബേസ്മെന്റ് സബ്സ്റ്റൻസ്, ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ക്ലിയർ അല്ലേ? ആൻഡ് മൂന്നാമത്തെ ആള് എന്ന് പറയുന്നത് ആരാണ്? എൻഡോത്തീലിയം, എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ്, എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ്. ശരിയല്ലേ? അപ്പൊ ഇത്രയും ആളുകൾ ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ക്ലിയർ അല്ലേ? ഇനി ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാല് നോക്ക്, ഇതാ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് ഇല്ലേ, ഇത് എത്രത്തോളം തിക്കാണ്, എത്രത്തോളം തിക്നെസ് ഇതിനുണ്ടെന്ന് ചോദിച്ചാൽ ലെസ് ദാൻ 1 millimeter മാത്രമേ ഉള്ളൂ. 1 millimeterലും കുറവാണ് ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിനിലൂടെയാണ് ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ഇങ്ങോട്ടേക്കും അതുപോലെ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളയിലേക്കും കയറുന്നത് ഈ ഡിഫ്യൂഷൻ മെംബ്രെയിൻസിലൂടെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ അകത്ത് കൂടെ നടക്കുന്ന ഗ്യാസുകളുടെ ഡിഫ്യൂഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബേസിസിലാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ ബേസിസിലാണ് എന്ത് നടക്കുക? ഡിഫ്യൂഷൻ നടക്കുക. എങ്ങനെ നടക്കുക? ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ, ഹൈ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഗ്യാസുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിന് കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറും കൂടുതലായിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർ ഗ്യാസിന്റെ കാര്യമായതുകൊണ്ട് മാത്രം പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. പാർഷ്യൽ പ്രഷർ എന്ന് നമുക്ക് പറയാൻ പറ്റും. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ്. അപ്പം
ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഫ്യൂഷൻ നടക്കുക എന്ന് ചോദിച്ചാൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയൻ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലായിരിക്കണം, ഇവിടെ കുറവായിരിക്കണം, എന്നാലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അത് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് വേറെയും ഒരു ഭാഷയിൽ പറയാം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇവിടെ കൂടുതലായിരിക്കണം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇവിടെ കുറവായിരിക്കണം. സോ ഫ്രം ഹൈ പാർഷ്യൽ പ്രഷർ റീജിയൻ ടു ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ മാത്രമേ ഒരു ഗ്യാസ് മോളിക്യൂള് പോകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഗ്യാസിനെ നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് അകത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്നറിന്റെ വാൾസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക. ഇനി ഞാൻ ഒരു ഗ്യാസ് മോളിക്യൂൾ എടുക്കുന്നതിന് പകരം രണ്ട് ഡിഫറെന്റ് ഗ്യാസസിനെ എടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ നോക്ക്, എ എന്ന് പറയുന്ന ഒരു ഗ്യാസിനെയും ഈ കണ്ടെയ്നറിന്റെ അകത്തേക്ക് എടുത്തു, ബി എന്ന് പറയുന്ന ഗ്യാസിനെയും ഈ കണ്ടെയ്നറിന്റെ അകത്തേക്ക് എടുത്തു. എന്നിട്ട് നോക്ക്, ഈ എ എന്ന് പറയുന്ന ഗ്യാസ് കണ്ടെയ്നറിന്റെ വാളിലേക്ക് ഒരു പ്രഷർ ഉണ്ടാക്കുമല്ലോ, ആൻഡ് ബി എന്ന് പറയുന്ന ഗ്യാസും ഈ പറയുന്ന കണ്ടെയ്നറിന്റെ വാളിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ രണ്ട് ഗ്യാസുകളും കൂടെയാണല്ലോ ടോട്ടൽ പ്രഷർ കണ്ടെയ്നറിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പി ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് എ പ്ലസ് പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് ബി. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ പ്രഷർ ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രഷേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഗ്യാസസ്. ശരിയല്ലേ? ഈ ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയാ. സോ പി എ എന്ന് പറയുന്നത് ആരാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ. എ എന്ന് പറഞ്ഞ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ പി ബി എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ബി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ടോട്ടൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് എന്താ? ഇൻഡിവിജ്വൽ ഗ്യാസസിന്റെ പ്രഷർ ആണ്. ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞു നിന്ന്? സയന്റിസ്റ്റ് ഡാൾട്ടൺ ആണ് പറഞ്ഞു നിന്ന്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡാൾട്ടൺസ് ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഡാൾട്ടൺസ് ലോ ആണ്. അപ്പൊ എന്താണ് ഒരു പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാല്? ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാസസിൽ ഇൻഡിവിജ്വൽ ഗ്യാസിന്റെ പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയാ. അപ്പൊ ഒരു ഗ്യാസിന്റെ എമൗണ്ട് കൂടുതലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മീനിങ്? പാർഷ്യൽ പ്രഷർ ഓഫ് ആ ഗ്യാസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷനും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ആരായിരിക്കും? പാർഷ്യൽ പ്രഷർ കൂടുതലുള്ള ഗ്യാസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി പാർഷ്യൽ പ്രഷറിന്റെ ഐഡിയ നിങ്ങൾക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, അഥവാ 760 mmHg ആണ്. 760 mmHg ആണ് സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ? ഈ എയറിന്റെ അകത്തുള്ള പ്രഷർ ആണല്ലോ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രഷറാണ്. എയറിന്റെ അകത്തുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് ആരാണ്? 78% നൈട്രജൻ ആണ്. ക്ലിയർ? 21% ഓക്സിജൻ ആണ്. ദെൻ ഒരു 1% അതർ ഗ്യാസസ് എന്ന് ഞാൻ എടുക്കുകയാണ്. അതർ ഗ്യാസസ്. ഈ എല്ലാ ഗ്യാസുകളും കൂടെ ചേർന്നിട്ടാണല്ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 mmHg അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ അകത്ത് ഓക്സിജന്റെ പ്രഷർ എത്ര എന്ന് ചോദിച്ചാലുള്ള ഉത്തരമല്ലേ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. സോ നോക്ക്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 760 mmHg എന്ന് പറഞ്ഞ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ 21% ആയിരിക്കൂലേ. അപ്പം 21% ഓഫ് 760 mmHg എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 159 mmHg ആണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 159 mmHg ആണ്. 760 mmHg അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറിൽ 189 mmHg കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ ആയിട്ടുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഗ്യാസ് മോളിക്യൂൾ
always move from gas molecule always move from high partial pressure region to high partial pressure region to low partial pressure region. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്, ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ. ഓക്കെ, അല്ല എങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുക നമുക്കറിയാം, ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയൻ ആണ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പോയിന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അഥവാ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ് ആണ്. ഓക്കെ, ആ പോയിന്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബ്രീത്തിങ്ങിന്റെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പൾമനറി വെന്റിലേഷൻ ആണ്. ആൽവിയോളൈന്റെ അകത്തേക്ക് നമ്മൾ ഓക്സിജൻ എടുക്കും. നോക്കടാ, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PO2 എത്രയാണ്, 159 mmHg ആണ്. ആൽവിയോളസിന്റെ അകത്ത് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, 104 ആണ്, 104 ആണ്. സോ ദിസ് ഈസ് ഹൈ പാർഷ്യൽ പ്രഷർ റീജിയൻ. അപ്പൊ ആൽവിയോളൈന്റെ അകത്ത് ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ. സോ ഫ്രം ഹൈ പാർഷ്യൽ പ്രഷർ റീജിയൻ ടു ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ ഓക്സിജൻ വരും, ഓക്സിജൻ മൂവ് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. ഇനി നോക്ക്, ഇവിടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് ഇരിക്കുന്നുണ്ടാവും. ഈ ആൽവിയോളയ്ക്ക് ചുറ്റും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് ഇരിക്കുന്നുണ്ടാവും അല്ലെ. ഓക്സിജൻ കുറവുള്ള, കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്, 40 ആണ്. ശരിയല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്, 40 ആണ്. ആൽവിയോളൈന്റെ അകത്ത് എത്രയായിരുന്നു, 104 ആണ്. സോ ഫ്രം ഹൈ പാർഷ്യൽ പ്രഷർ റീജിയൻ ടു ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ ഗ്യാസ് മൂവ് ചെയ്യും, ഓക്സിജൻ മൂവ് ചെയ്യും. ശരിയല്ലേ? അപ്പം ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് ഓക്സിജൻ നിറയാൻ തുടങ്ങും. ഓക്സിജൻ നിറയാൻ തുടങ്ങിയാൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്തുള്ള ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ കൂടി വരൂലേ, കൂടി വന്നു. അയാള് ഏത് ബ്ലഡായി മാറി, അയാള് ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറി. ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറുമ്പം പാർഷ്യൽ പ്രഷർ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻസൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് എത്രയാണ്, 95 ആണ്. 95 mmHg ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ബ്ലഡ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്, ഹാർട്ടിലേക്ക് പോകുന്നത്. ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയം ഇവിടെ വരയ്ക്കുന്നുണ്ട്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിള്, റൈറ്റ് വെൻട്രിക്കിള്. ഈ ബ്ലഡ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നത്. ദെൻ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ആൻഡ് ദെൻ എങ്ങോട്ടേക്കാ പോവുക, ടിഷ്യൂസിലേക്കാണല്ലോ പോവുക. ടിഷ്യൂസിലേക്ക് എവിടെ നിന്നാ പോകുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് പോകുന്നത്. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലേക്ക് പോകുന്നുണ്ട്. സോ ഇവിടെ എത്തി നിൽക്കുന്നത് ആരാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്തുള്ള നമ്മുടെ PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്, 95 ആണ്. ഓക്കെ, ടിഷ്യൂയില് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഓക്സിജന്റെ എമൗണ്ട് കുറവായിരിക്കും. എത്രയെന്ന് ഇവിടെ പറയുന്നുണ്ട്, 40 mmHg ആണ്. അപ്പം ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻസൈഡ് നമ്മളുടെ ടിഷ്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 40 mmHg ആണ്. സോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ നമ്മളുടെ ഓക്സിജൻ മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളുടെ ടിഷ്യൂസിന്റെ അകത്തേക്ക് ഓക്സിജൻ എത്തി. ടിഷ്യൂസിന്റെ അകത്തേക്ക് ഓക്സിജൻ എത്തിയാൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കും, കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യും. അപ്പം കാർബൺ ഡയോക്സൈഡ് ഇവിടെ എത്രയാണുള്ളത്, ടിഷ്യൂസിന്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, നോക്ക് ടേബിൾ നോക്ക്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻസൈഡ് അവർ ടിഷ്യൂ എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, 45 ആണ്. 45 mmHg ആണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നിട്ട് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എന്തുണ്ട്, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നുണ്ട്. സോ ഈ ബ്ലഡിന്റെ അകത്തുള്ള
ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻസൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് 40 ആണ്. ടിഷ്യൂവിന്റെ അകത്ത് 45, ഹൈ. നമ്മളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ അകത്ത് ലോ. സോ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയൻ, അല്ലെങ്കിൽ ഹൈ പാർഷ്യൽ പ്രഷർ റീജിയൻ ടു ലോ പാർഷ്യൽ പ്രഷർ റീജിയൻ. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് ആര് കയറും? കാർബൺ ഡയോക്സൈഡ് കയറും. അതേസമയം തന്നെ ഓക്സിജൻ ഈ ടിഷ്യൂസിലേക്കും കയറുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ ബ്ലഡ് എന്തായി മാറി? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി മാറി. അപ്പൊ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി മാറി എന്ന് പറഞ്ഞാല്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി എന്ന് പറഞ്ഞാല് അതിന്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടിയിട്ടുണ്ടാവും. എത്രയായി മാറി? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാല് 45 mmHg ആയിട്ട് മാറി. അങ്ങനെ ഈ ബ്ലഡ് പിന്നെ നേരെ എങ്ങോട്ടേക്കാ പോകുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്ക് പോയി, എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പിന്നീട് നേരെ എങ്ങോട്ടേക്കാ പോകുന്നത്? നേരെ ലങ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഈ ബ്ലഡിന്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 45 ആണ്. ശരിയല്ലേ? 45 ആണ്. എടാ ഇവിടെ 45 ആണ്, ആ ബ്ലഡ് ആണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് 45 ആണ്. ഈ 45 ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ആൽവിയോളയിലേക്ക് എത്തി. ആൽവിയോളയിലേക്ക് എത്തുമ്പം ആൽവിയോളൈന്റെ അകത്തുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്രയാണെന്ന് നോക്കി. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻസൈഡ് ആൽവിയോളൈ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. 40 ആണ്. സോ ഇവിടെ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഇവിടെ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ ഫ്രം ഹൈ പാർഷ്യൽ പ്രഷർ ടു ലോ പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡ് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനിയും നോക്ക്, ഇവിടെ 40 PCO2. അറ്റ്മോസ്ഫിയറിന്റെ അകത്ത്, അറ്റ്മോസ്ഫിയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? വെറും 0.3 ആണ്. സോ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയൻ അഥവാ പാർഷ്യൽ പ്രഷർ റീജിയൻ ഈ പറയുന്ന ഗ്യാസ് മൂവ് ചെയ്യും. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർഷ്യൽ പ്രഷർ ഗ്രേഡിയന്റ് അഥവാ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എങ്ങനെ നമ്മൾ പറയാ? ഗ്യാസ് മോളിക്യൂൾസ് ഓൾവേസ് മൂവ് ഫ്രം, ഇൻ സിമ്പിൾ ഡിഫ്യൂഷൻ ഗ്യാസ് മോളിക്യൂൾ ഓൾവേസ് മൂവ് ഫ്രം high concentration region to low concentration region. In other words, high partial pressure region to low partial pressure region. Clear ആണല്ലോ? ഇനി നോക്ക്, ഈ ലങ്സിന്റെ അകത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ഈ ഒരു ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ഇയാളുടെ പേരെന്താ? പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. ബ്ലഡ് ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ഈ ബ്ലഡ് വെസൽ ഇയാളുടെ പേരെന്താ? പൾമനറി വെയിൻ. പൾമനറി വെയിൻ. ഓക്കെ, ഇനി ഹാർട്ടിൽ നിന്നും ഡിഫറെന്റ് ടിഷ്യൂസിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഈ ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ഈ ബ്ലഡ് വെസലിനെ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയാ? ആർട്ടറീസ് എന്നാണ് പറയാറുള്ളത്, അല്ലെ? സിസ്റ്റമിക് ആർട്ടറീസ്. സിസ്റ്റമിക് ആർട്ടറീസ്. ആൻഡ് നമ്മളെ ബ്ലഡ് വെസൽ, ഈ ബ്ലഡ് വെസൽ ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നും ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ഈ ബ്ലഡ് വെസലിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുക, അല്ലെ? അപ്പം ഇതാണ് വെയിന്. അപ്പൊ ഇയാളെ നമ്മൾ സിസ്റ്റമിക് വെയിൻ എന്ന് വിളിക്കും. സിസ്റ്റമിക് വെയിൻസ്. ഓക്കെ, അപ്പൊ നോക്ക്, ഈ സിസ്റ്റമിക് ആർട്ടറീസിൽ അല്ലെങ്കിൽ പൊതുവെ എല്ലാ ആർട്ടറീസിലും എന്ത് ടൈപ്പ് ബ്ലഡ് ആണ് ഉണ്ടാവുക? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഉണ്ടാവുക. ആൻഡ് പൊതുവെ എല്ലാ വെയിൻസിലും എന്താ ഉണ്ടാവുക? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഉണ്ടാവുക. ഇതിൽ ഒരേ ഒരു എക്സെപ്ഷനേ ഉള്ളൂ. ഓൺലി ആർട്ടറി വിച്ച് കണ്ടെയ്ൻ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് പൾമനറി ആർട്ടറി ആണ്. അതൊരു എക്സെപ്ഷൻ ആണ്. ഇനി ഓൺലി വെയിൻ വിച്ച് കണ്ടെയ്ൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് പൾമനറി വെയിൻ ആണ്. അതും ഒരു എക്സെപ്ഷൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ കാര്യം? അപ്പം ഫസ്റ്റത്തെ ഫാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഫസ്റ്റത്തെ ഫാക്ടർ? ഫസ്റ്റത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷന്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? പാർഷ്യൽ പ്രഷറിന്റെ ഗ്രേഡിയന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഡിഫ്യൂഷൻ റേറ്റിന്
റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്, ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടുമ്പോൾ എന്തും കൂടുന്നുണ്ട്? ഡിഫ്യൂഷന്റെ റേറ്റും കൂടുന്നുണ്ട്. ഡിഫ്യൂഷന്റെ റേറ്റും കൂടുന്നുണ്ട്. അപ്പൊ നോക്ക്, രണ്ട് ഗ്യാസസ് ആണുള്ളത്. അവർ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കാർബൺ ഡയോക്സൈഡും അതുപോലെ ഓക്സിജനും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ സോലിബിലിറ്റി ഫാർ ബെറ്റർ ദാൻ ഓക്സിജൻ ആണ്. സോലിബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഓക്സിജനെയും കാട്ടിലും. എത്രത്തോളം കൂടുതലാണ് എന്ന് ചോദിച്ചാൽ 20 to 25 ടൈംസ് കൂടുതലാണ് ഓക്സിജനെയും കാട്ടിലും. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കോൺസ്റ്റന്റ് ആക്കി വെച്ച് സോലിബിലിറ്റി മാത്രമാണ് നമ്മൾ കൺസിഡർ വേരി ചെയ്യുന്നത് എങ്കിൽ ഓക്സിജൻ ആണോ കാർബൺ ഡയോക്സൈഡ് ആണോ കൂടുതലായിട്ട് ഡിഫ്യൂഷനിൽ പോവുക, അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ കൂടുതലായിട്ട് നടക്കുക? തീർച്ചയായിട്ടും കാർബൺ ഡയോക്സൈഡിനാണ്. കാരണം എന്താ? ഡിസോൾവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫ്യൂസിങ് ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ റേറ്റ് കൂടും. ക്ലിയർ ആണല്ലോ? അപ്പം രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷന്റെ റേറ്റും കൂടും. കാർബൺ ഡയോക്സൈഡ് ഹാസ് 20 to 25 ടൈംസ് മോർ സോലിബിലിറ്റി ദാൻ ഓക്സിജൻ. സോ സ്വാഭാവികമായിട്ടും കാർബൺ ഡയോക്സൈഡിന്റെ ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലായിരിക്കും. ക്ലിയർ? ഇനി മൂന്നാമത്തെ പോയിന്റ്, തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അപ്പൊ നോക്ക്, ഡിഫ്യൂഷൻ മെംബ്രെയിന് തിക്ക് ആവുമ്പോഴാണോ തിൻ ആവുമ്പോഴാണോ ഡിഫ്യൂഷന്റെ റേറ്റ് കൂടുക? എപ്പോഴാ കൂടുക? തിൻ ആവുമ്പോ അല്ലേ? അപ്പം ഡിഫ്യൂഷൻ റേറ്റ് എപ്പോഴാടാ കൂടുക? തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ കുറവാകുമ്പം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്യൂഷൻ റേറ്റ്. അപ്പൊ നമ്മളുടെ ബോഡീന്റെ അകത്തുള്ള അല്ലെങ്കിൽ ആൽവിയോളൈന്റെ അകത്തുള്ള, ആൽവിയോളൈ എന്ന് പറയുന്നത് എന്താ? പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസിയസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. അവിടെ തിക്നെസ് തിന്നാണോ അതോ തിക്കാണോ? തിന്നാണ്. എത്രത്തോളം തിന്നാണ്? ലെസ് ദാൻ 1 millimeter മാത്രമേ എവിടെ ഉള്ളൂ? ഡിഫ്യൂഷൻ മെംബ്രെയിനുള്ളൂ. സോ നമ്മളുടെ ഈ പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസിയസ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ആൽവിയോളാർ റീജിയൻ അല്ലെങ്കിൽ ആൽവിയോളൈന്റെ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി തിന്നാണ്. സോ നമ്മളുടെ ബോഡി ഇറ്റ്സെൽഫ് ഭയങ്കര ഫേവറബിൾ ഫോർ ഡിഫ്യൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നമ്മൾ പഠിച്ചു, ആൻഡ് 3 ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദ ഡിഫ്യൂഷൻ റേറ്റ്സും നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നിങ്ങൾ പഠിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.